തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. ഇടവ സ്വദേശി ഹസൻകുട്ടിയെയാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പീഡിപ്പിച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഫെബ്രുവരി 19-നാണ് ഇതര സംസ്ഥാനക്കാരായ ദമ്പതികൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന 2.5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത്. വെളുപ്പിനായിരുന്നു ഈ സംഭവം. ഒരു 8 മണിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വരികയും പോലീസ് വലിയ തരത്തിലെ തെരച്ചിൽ നടത്തുകയും ചെയ്തു. വൈകുന്നേരത്തോടുകൂടി ആ കുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇടവ സ്വദേശിയായ ഹസൻകുട്ടിയിലേക്ക് എത്തിച്ചേർന്നത്. ഇത്തരത്തിൽ നേരത്തെയും പോക്സോ കേസുകൾ കക്ഷിയായ ഹസൻകുട്ടിയെ തിരുവനന്തപുരത്ത് തന്നെയാണ് പിടികൂടിയത്. പിന്നീട് അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് കുറ്റപത്രം തയ്യാറാക്കി വളരെ വേഗത്തിൽ തന്നെ കുറ്റപത്രം തയ്യാറാക്കി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം പോക്സോ കോടതി ഇന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 3 കേസുകളാണ് പ്രധാനമായും ശിക്ഷയ്ക്ക് കാര്യമായിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, രണ്ടാമത്തേത് അപായപ്പെടുത്തൽ, 3 കുട്ടിയെ പീഡിപ്പിക്കൽ. ഈ 3 കേസുകളിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച വിധി പറയും. വളരെ വലിയ തരത്തിൽ ചർച്ചയായ ഒരു കേസ് കൂടിയായിരുന്നു ഈ 2.5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. സമാനമായ രീതിയിൽ നേരത്തെയും ഹസൻകുട്ടി ഇത്തരം സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും നേരത്തെ തന്നെ പോക്സോ കേസിലെ പ്രതിയായിരുന്നു ഈ ഹസൻകുട്ടി. ഇടവ സ്വദേശിയാണ്. നിലവിൽ ഹസൻകുട്ടി ഇപ്പോൾ റിമാൻഡ് തടവുകാരനായി ജയിലിലാണ് ഉള്ളത്. ദീപ്തി. ശരി. തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. ഇടവ സ്വദേശി ഹസൻകുട്ടിയാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. തിരുവനന്തപുരം പോക്സോ കോടതിയുടേതാണ് വിധി. 2024 ഫെബ്രുവരി 19-നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.